അപ്പൊ ഞാനിവിടെ കൊല്ലുമലയിലാണ്. ഇവിടുത്തെ ഉൾക്കാട്ടിലാണ് റിസർച്ച്. ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും റിസർച്ചായി ബന്ധപ്പെട്ടിട്ട്. ഞാനിവിടുത്തെ മൂപ്പനെ കണ്ടു. അപ്പൊ അയാളായിട്ട് കുറെ സംസാരിക്കുകയും ചെയ്തു. മൂപ്പൻ പറയുന്നൊരു 30-35 പുളിത്തറയിലെ രാജാക്കന്മാരുടെ പാലസ് കാണാൻ വരുന്നതാണ്. ഇപ്പൊ ഒരു 30-35 ആണ്ടുകൾക്ക് ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് വ്യക്തമായി കാണാമെന്നാണ് മൂപ്പൻ പറയുന്നത്. അപ്പൊ മൂപ്പിനറിയില്ലല്ലോ നാട്ടിൽ കൊറോണയാണെന്നും ലോക്ക്ഡൌൺ ആണെന്നും വാഹനങ്ങളും ഫാക്ടറികളും ഇല്ലാത്ത നാട്ടിൽ പൊടിയും പുകപടലങ്ങളും കുറഞ്ഞാൽ അന്തരീക്ഷം ക്ലിയർ ആകുമെന്നും. അപ്പോൾ ഇവിടെ റേഞ്ച് കുറവാണ്. ഞാൻ പിന്നെ വിളിക്കാം. ശരി ശരി ശരി. എന്താ പോലെ സൗണ്ട് വല്ലായിരിക്കുന്നത്? ഒന്നുമില്ല അപ്പച്ച, സങ്കടമൊന്നുമില്ല. അമ്മച്ചി എന്തേടാ? അമ്മച്ചി ഡ്യൂട്ടിക്ക് പോയേക്കോ ഹോസ്പിറ്റലിൽ 3 ദിവസമായി. അതിന് 15 ദിവസം കഴിഞ്ഞ് അവർ വിടത്തുള്ളൂ എന്നാ പറയുന്നത്. നിന്റെ ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെ? ഫുഡ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് താഴേന്ന് കൊണ്ടുതരാം അപ്പച്ച. ഞാനിവിടെ തന്നെയല്ലേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഭയങ്കര കേസസ് എല്ലാം ഭയങ്കര കൂടുതലാണ്. നാട്ടിലെ പോലൊന്നും അല്ല. ഇവിടെ വാർത്തയിലും എല്ലാവർക്കും പറയാം. ഇവിടെ ഇറ്റലി എന്നുള്ളൊരു പേരേ ഉള്ളത്. പക്ഷെ ഇവിടെ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഭയങ്കര വിഷയമായി. വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ശരി പിന്നെ വിളിക്കട്ടെ. ശരി ശരി, ഞാൻ അമ്മച്ചിയെ വിളിച്ചോളാം. ശരി. മോളെ എന്താണ് വിശേഷം? അപ്പൊ വീട്ടിൽ തന്നെയല്ലേ? അപ്പൊ പൂമ്പെടുത്തോണ്ട് പാടത്ത് പോയോ? പറഞ്ഞിട്ടില്ലേ 60 വയസ്സിന് മുകളിലുള്ളവര് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നോക്ക് എങ്ങനെ ഉണ്ട് അവിടെ? മോളെ സൂക്ഷിക്കണം കേട്ടോ. ഞങ്ങളുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളതാണ്. എങ്ങനെയും മഹാമാരി പ്രതികരണം ചെയ്യുമപ്പാ. ശരിയപ്പാ. ശരി ശരി ശരി. അപ്പച്ചനാണോ? ഡ്യൂട്ടിയിലാണോ? അതെ, ഞാൻ ഡ്യൂട്ടിയിലാണ്. എന്നൊക്കെയുണ്ട് വിശേഷം? പോകണോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാനൊരു പെട്രോളിംഗ് അപ്പം ഈ കൊറോണ കാരണം ഇവിടെ ഭയങ്കര പ്രോബ്ലം. ഇവിടെ ഉള്ളവന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ഓടിപ്പോകും. നമ്മളിങ്ങനെ ഈ വീട്ടിലും പോകാണ്ട് 3 ഉറക്കളച്ചും കഷ്ടപ്പെടുന്ന ഒരു ബോധം അവർക്കില്ല. റീസക്കും മക്കൾക്കും സുഖമാണോടാ? അതേപ്പാ, സുഖമാണെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി. ഡേസി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മെസ്സേജ് വന്നായിരുന്നു അപ്പോൾ ഫോണിലെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അവർക്ക് മരുന്ന് കിട്ടുന്നില്ല, പൈസ ഇല്ല അവർക്ക്. ഞാൻ ഒരു ദിവസം കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചു. ഇവിടുന്ന് 60 കിലോമീറ്റർ ദൂരമുണ്ട്, കൊണ്ടേ കൊടുത്തു. മക്കളെ, നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഫലം നമ്മുടെ മക്കൾക്ക് ലഭിക്കും. അതേപോലെ. പിന്നെ ചേട്ടായി ഞാൻ കണ്ടായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ടേ ഇവിടെ പെട്രോളിങ് നടക്കുന്ന സമയത്താണ് കണ്ടത്. എന്തു പറഞ്ഞ? ഓൺലൈനിൽ എന്താ കിറ്റ് കൊടുക്കാൻ വേണ്ടി പോയെന്ന് പറഞ്ഞു. പോയി കാണും. അപ്പം സുഖമാണല്ലോ അല്ലേ? ഞാൻ ഉച്ചയായിട്ട് അവിടെ വിളിക്കാം, ഒരു റിപ്പോർട്ട് കൊടുക്കാണ്ട് എനിക്ക്. ഞാൻ ഉച്ച കഴിഞ്ഞ് ഫ്രീ ആകുവേ. ശരി, അപ്പം ഞാൻ വിളിക്കാം. ശരി ശരി. ഹലോ, ഇളയ മോളായതുകൊണ്ട് പിന്നെ കുറെ ലാഭിച്ചു പോയി. പത്രപ്രവർത്തകയായി എന്നിട്ട് നിന്റെ ശീലങ്ങളൊന്നും മാറിയിട്ടില്ലല്ലേ? ഞാനപ്പന്റെ കുഞ്ഞു മോളല്ലേ. ആ അപ്പൊ ഞാൻ വിളിച്ചതേ
കുറച്ച് കഴിയുമ്പോ ഒരു പയ്യൻ വരും അവിടെ അപ്പനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. അപ്പനൊന്ന് ഇരുന്ന് കൊടുത്തേക്കണേ. ശരി അപ്പൊ ഓക്കെ. ആ സൈമണേ, കൊറോണ കാരണം സിനിമയൊന്നും ഇല്ലല്ലേടാ? നമ്മുടെ നാടിന് വേണ്ടിയല്ലേ അപ്പൊ നമ്മുടെ കോൺവെന്റിലെ ഫാദറിന്റെ കോണ്ടാക്ട് നമ്പർ കിട്ടാൻ തരും മാർഗമുണ്ടോ? എന്തിനാണ്? ഇവിടെ കൊച്ചിയിലെ സിനിമാക്കാരെല്ലാവരും കൂടെ ഒരു ഓപ്പൺ കിച്ചൺ ആരംഭിച്ചിട്ടുണ്ട്. ഈ അവസരത്തിലാണ് നമ്മുടെ കോൺവെന്റിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. അപ്പോഴൊക്കെയല്ലേ അപ്പൊ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും. അതല്ലേ ചെയ്യേണ്ടത്. അത് നല്ല കാര്യം തന്നെ മക്കളെ. നമ്പർ നോക്കിയിട്ട് ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഓക്കെ. പ്രാണികളുടെ സുഹൃത്തുക്കളല്ലേ? അതെ പച്ച. പേരുകളോ? റാണി ചേച്ചി പറഞ്ഞോ അല്ലേ? എടുത്തോ. ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയ വർഗീസ് ചേട്ടനെ ഈ കൊറോണ കാലത്ത് എന്താണ് പറയാനുള്ളത്? പണ്ട് മസൂരി ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ കൊറോണ എന്ന മഹാവ്യാധിയുടെ പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ടുള്ള പരിണത ഫലങ്ങൾ അനുഭവിച്ചറിയുന്നത് ആദ്യമായിട്ടാണ്. കർഷകർ എന്ന നിലയിൽ ഈ കൊറോണ കാലത്ത് എന്ത് സഹായമാണ് നമ്മുടെ ഈ നാടിന് വേണ്ടി ചെയ്യുന്നത്? ഞാൻ എന്റെ വിളവുകളും മറ്റും സർക്കാരിന്റെ സമൂഹ അടുക്കളയിലേക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് വിത്തുകളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. പടവളത്തിന്റെയും പാവലിന്റെയും മുരിങ്ങയുടെയൊക്കെ വിത്തുകളുണ്ടായിരുന്നു. അതെല്ലാം സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഒരു മാസം ഒരു വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ, ഒരു നേരം പോക്ക് 6 മാസം കഴിയുമ്പോൾ പറമ്പ് നിറച്ച് പച്ചക്കറിയും. ചേട്ടന്റെ മക്കളെല്ലാവരും ഓരോരോ നിലയിലാണ്. ഒരാൾ ഡോക്ടർ, ഒരാൾ നേഴ്സ്, ഒരാൾ അമേരിക്കയിൽ, അങ്ങനെ ഓരോരോ മേഖലയിൽ. ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നാടിനും ജനങ്ങൾക്കും വേണ്ടി ഇത്രയും പ്രയത്നിക്കുന്ന എൻ്റെ മക്കളെ ഓർത്ത് എന്നും ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ മക്കളാണ് എൻ്റെ സമ്മാനം. ഇനി അവസാനമായി ഒരു ചോദ്യം കൂടി, നമ്മുടെ ഈ സർക്കാരിനെ കുറിച്ച് ഒരു വാക്ക്. അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? വലിയ വലിയ ഭൂഖണ്ഡങ്ങളിലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും നമ്മുടെ സർക്കാരിനെ കുറിച്ച് പുകഴ്ത്തും. നമ്മുടെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്കും ആ ടീച്ചർ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് നമ്മുടെ നാടിനെ നോക്കുന്നത്. ആ ടീച്ചറിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. പേമാരിയും നിപ്പയും എന്തു വന്നാലും നെഞ്ചും വിരിച്ച് ഇന്ന് നേരിടുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക്. അദ്ദേഹം ഒരു കർഷകന്റെ പോലാണ്. കതിരിലല്ല വളം വെക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. എപ്പോൾ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം. കണ്ടില്ലേ നിപ്പയെ നമ്മൾ പിടിച്ചു കെട്ടിയത്? അതുപോലെ ഈ കൊറോണ എന്ന മഹാവ്യാധിയെ നമ്മൾ പിടിച്ചു കെട്ടും, ഉറപ്പ്.